ലൈൻ ഇഷ്യൂ, ഗ്രീൻ ലൈൻ ഇഷ്യൂ, ഗ്രീൻ ലൈൻ ഇഷ്യൂ. സോ ഈയിടെയായി സ്മാർട്ട് ഫോണുകളെല്ലാം പൊതുവെ കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ. എന്താണ് ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ? ഒരു സോഫ്റ്റ്വെയർ നിങ്ങളുടെ ഫോണിലേക്ക് വരുവാണെന്ന് വിചാരിക്കുക. അത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് ഫോൺ റീബൂട്ടായി വരുമ്പോൾ ഒരു പച്ച വരത ഇതേപോലെ കാണാൻ സാധിക്കും ഫോണിൽ. സോ ഈ ഒരു ഗ്രീൻ ലൈൻ ഇഷ്യൂ നമ്മൾ ഇതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഈ വീഡിയോ ഞാൻ ഇന്ന് 3 സെഷനായിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് എന്താണ് ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ എന്നുള്ളതാണ്. അതുപോലെ സെക്കൻഡ് സെഷൻ ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ നിങ്ങളുടെ ഫോണിൽ വരാതെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തേർഡ് സെഷൻ എന്ന് പറയുന്നത് സപ്പോസ് നിങ്ങളുടെ ഫോൺ ഗ്രീൻ ലൈൻ ഇഷ്യൂ അഫക്റ്റഡ് ആണെങ്കിൽ അത് എങ്ങനെ നമുക്ക് റിസോൾവ് ചെയ്യാം എന്നുള്ളതാണ്. സോ ഗായ്സ്, അതേപോലെ മറ്റൊരു കാര്യം, നമ്മുടെ യൂട്യൂബ് ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയുള്ള എല്ലാ മെമ്പേഴ്സിനും എൻ്റെ ഒരു ബിഗ് താങ്ക്സ് നേർന്നുകൊണ്ട് എല്ലാവരെയും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വെൽക്കം ചെയ്യുന്നു. വെൽക്കം ടു മിസ്റ്റർ ഡിയൻ യൂട്യൂബ് ചാനൽ. ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ പൊതുവെ കാണപ്പെടുന്നത് സൂപ്പർ അമോലെഡ് അല്ലെങ്കിൽ LED ഡിസ്പ്ലേ ഉള്ള സ്മാർട്ട് ഫോണുകളിലാണ്. ഇത് എന്തുകൊണ്ടെന്നാൽ ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ സ്മാർട്ട് ഫോൺ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഓരോ പിക്സൽസിനും 6 GB കളർ കോമ്പിനേഷൻ ചെയ്തുകൊണ്ടാണ് നമ്മുടെ സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേയിൽ നാം ഇന്ന് കാണുന്ന ഡിസ്പ്ലേ നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോണിൽ വരുന്നത്. ഇത് LED കേസിലാണ്. LCD ഡിസ്പ്ലേ അങ്ങനെയല്ല, ഒരു മെയിൻ ബാക്ക് ലൈറ്റ് കാണും. അത് ലൈറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ആ ഒരു LCD സ്ക്രീനിൽ നമുക്ക് ഇമേജസ് ക്ലിയർ ആയി വരുന്നത്. ഇവിടെ LED ഈ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ നമ്മുടെ ബ്രാൻഡ്സ് അയച്ചു തരുന്ന സമയത്ത് ഈ ഒരു അപ്ഡേറ്റ് നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ആകുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള കറക്ഷൻസ് വന്ന് ഈ ഒരു നമ്മുടെ LED പാനലിന്റെ വോൾട്ടേജിനകത്ത് വ്യത്യാസം വരും. ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓരോ റോയിലും ആയിട്ടാണ് ഇതിന്റെ ഓരോ കോഡുകളും സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു റോയ്ക്ക് ഒരു കോമൺ കോഡായിരിക്കും. ഈ ഒരു കോഡിനകത്ത് എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ ഈ വോൾട്ടേജ് വേരിയേഷൻ വരും നമ്മുടെ ഈ ഒരു സ്ഥലത്തെ ലൈറ്റുകൾക്ക്. അങ്ങനെ വരുമ്പോൾ RGBയിൽ റെഡും ബ്ലൂവും അപ്പോഴെങ്കിലും ഫ്യൂസ് ആയി പോകും. ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഗ്രീൻ മാത്രം ഡോമിനന്റ് ആയിട്ട് നിൽക്കും. ഈ ഒരു സമയത്താണ് നമുക്ക് ആ ഒരു അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഗ്രീൻ ലൈൻ നമ്മുടെ ഫോൺ കാണാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, എല്ലാ കമ്പനികളും മനഃപൂർവ്വം നമ്മുടെ ഫോൺ നശിപ്പിക്കാൻ വേണ്ടി ഈ ഒരു അപ്ഡേറ്റുകൾ ഇങ്ങനെ രീതിയിൽ അയച്ചു തരുന്നതാണോ എന്ന്. പക്ഷെ പലപ്പോഴും അങ്ങനെ ആയിരിക്കില്ല. കാരണം നമ്മുടെ അപ്ഡേറ്റിന്റെ പാക്കേജിനകത്ത് ഇതേപോലെ ഫോണിനെ നശിപ്പിക്കാൻ രീതിയിലുള്ള കോഡുകളൊന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഇത് ഫോണിലേക്ക് വരുമ്പോൾ നമ്മുടെ ഫോണിൽ ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് ശേഷം യാതൊരു ഫിസിക്കൽ ഡാമേജുകളും ഇല്ലാതെ തന്നെ നമ്മുടെ ഫോൺ ഗ്രീൻ ലൈൻ ഇഷ്യൂ കാണപ്പെടുന്നു. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ ഒരു ഫോൺ മോഡൽ, അതേ മോഡലുള്ള നിങ്ങളുടെ ഫ്രണ്ടിന്റെ ഫോണും രണ്ടും സെയിം മോഡലാണെന്ന് വിചാരിക്കുക. രണ്ടിനകത്ത് സെയിം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നു. പക്ഷെ നിങ്ങളുടെ ഫോൺ ഗ്രീൻ ലൈൻ ഇഷ്യൂ ഉണ്ട്, നിങ്ങളുടെ ഫ്രണ്ടിന്റെ ഫോൺ വരുന്നില്ല, അല്ലെങ്കിൽ ഫ്രണ്ടിന്റെ ഫോൺ വരുന്നു, നിങ്ങളുടെ ഫോൺ വരുന്നില്ല. ഇങ്ങനെയും സംഭവിക്കാം. ഇതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും ഫോൺ യൂസ് ചെയ്യുന്ന പാറ്റേൺസ് വ്യത്യാസമാണ്. ഇതിനനുസരിച്ച് ഫോണിന്റെ ഇൻബിൽട്ട്, അതായത് നമ്മുടെ ഹാർഡ്വെയർ ലെവലിലുള്ള ഡിവൈസസുകൾക്ക് ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. മെയിൻ ആയിട്ടുള്ള മെറ്റൽസിനൊക്കെ ഒരുപാട് രീതിയിൽ സംഭവിക്കുന്നതുകൊണ്ട് തന്നെ ചില അപ്ഡേറ്റുകളൊന്നും പിന്നീട് വരുന്ന ആ ഒരു ഹാർഡ്വെയർ പാർട്ടിക്കിൾസ് താങ്ങാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഇങ്ങനെയും ഗ്രീൻ ലൈൻ ഇഷ്യൂ ഉണ്ടാവാം. സോ ഗായ്സ്, ഇപ്പോൾ നിങ്ങൾക്ക് ഗ്രീൻ ലൈൻ ഇഷ്യൂ എന്താണെന്ന് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഗ്രീൻ ലൈൻ ഇഷ്യൂ നിങ്ങളുടെ ഫോൺ വരാതെ പ്രിവെന്റ് ചെയ്യാനുള്ള മെഷേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ആദ്യമായി തന്നെ നിങ്ങളുടെ ഫോണിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരികയാണെങ്കിൽ നമ്മൾ പലപ്പോഴും ചെയ്തൊരു മിസ്റ്റേക്കാണ്. ചിലപ്പോൾ കുറച്ച് പകുതി നമ്മൾ ഒരു നെറ്റ് വെച്ച് ഡൗൺലോഡ് ചെയ്യും, പിന്നെ നമ്മൾ പോസ് ചെയ്ത് വെക്കും, പിന്നെ വേറെ ഏതെങ്കിലും ഒരു സർവീസ് പ്രൊവൈഡറിന്റെ ഇന്റർനെറ്റ് കണക്ഷൻ വെച്ച് നമ്മൾ വേറെ ബാക്കിയുള്ള ആ ഒരു അപ്ഡേറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു അപ്ഡേറ്റ് നമ്മൾ കുറേ ഡൗൺലോഡ് ചെയ്ത് പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ഒരു ഡ്യൂറേഷൻ ശേഷം നമ്മൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വരുന്നത് ഈ ഒരു അപ്ഡേറ്റിന്റെ പല പാക്കേജ് ഫയൽസും കറക്റ്റായി പോകും. ഇങ്ങനെ കറക്റ്റായി പോകുമ്പോൾ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് വേണ്ടുന്ന ഡേറ്റ നമ്മുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ നിന്ന് നഷ്ടപ്പെടുകയും അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന വഴി നമ്മുടെ ഫോണിന് ഇതേപോലെ ഡാമേജ് ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് ഫോണിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നമ്മുടെ ഫോൺ ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് പറയുന്നത് നമ്മളൊരു റിയൽ മനുഷ്യനെ ഒരു ഹാർട്ട് ഓപ്പറേഷൻ അല്ലെങ്കിൽ അതേപോലെ ഒരു സർജറി ചെയ്യുന്നതിന് തുല്യമായിട്ടാണ്. നമ്മുടെ ഫോണിന്റെ ഹാർഡ്വെയറിനെയും സോഫ്റ്റ്വെയറിനെയും തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു ഫിംവെയറിനെ നമ്മൾ ഓവർറൈറ്റ് ചെയ്യുകയാണ് നമ്മുടെ ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി ചെയ്യുന്നത്. മെയിനായിട്ടും സോഫ്റ്റ്വെയർ എന്ന പേരെന്നുണ്ടെങ്കിലും ഇത് ഫിംവെയറിനെ മൊത്തത്തിലാണ് എഡിറ്റ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു ചെറിയ കോഡിന് എന്തെങ്കിലും പാളിച്ച ഉണ്ടായാൽ മതി, നമ്മുടെ ഫോൺ ആകെ പഴയ ഡെഡായി പോകും. സോ ഇതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ നമുക്ക് വൈഫൈയിൽ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഏറ്റവും സേഫ് അതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റ സ്ട്രെച്ചിൽ ആ ഒരു സോഫ്റ്റ്വെയർ പാക്കേജ് കംപ്ലീറ്റ്ലി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ നമുക്ക് ഒരു പരിധി വരെ ഒരു ഗ്രീൻ ലൈൻ ഇഷ്യൂനെ തടയാൻ സാധിക്കുന്നതാണ്. പിന്നീട് നിങ്ങൾക്ക് ചെയ്യാവുന്നത് നിങ്ങളുടെ ഫോണിലെ അൺവാണ്ടഡ് ആയിട്ടുള്ള ക്രാക്ഡ് ആപ്ലിക്കേഷനുകളൊക്കെ ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് നേരത്തേക്ക് നമ്മുടെ ഫോൺ മൊത്തത്തിൽ ആ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റിൽ ആയിരിക്കണമെന്നില്ല.
അങ്ങനെയുള്ള അവസരത്തിൽ ഈ ഒരു ക്രാക്ഡ് ആപ്ലിക്കേഷൻസ് ആക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോണിന്റെ മലീഷ്യസ് ആയിട്ടുള്ള പല കാര്യങ്ങൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ ഫോണിന്റെ ഹാർഡ്വെയർ പാർട്സിനെ അവർ ഡാമേജ് ചെയ്യാനായിട്ടും ഫോണിന്റെ കോർ ഡേറ്റ ആക്സസ് ചെയ്യാൻ ഈ ആപ്ലിക്കേഷൻസിന് സാധിച്ചെന്ന് വരും. സോ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. ഇനി മൂന്നാമത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ ഫോണിലെ റീസെന്റ് ആപ്ലിക്കേഷൻ എല്ലാം തന്നെ ക്ലോസ് ചെയ്യുക. അതേപോലെ ഫോണിനകത്ത് സിസ്റ്റം ക്യാഷ് മൊത്തത്തിൽ ക്ലിയർ ചെയ്യുക. ഇതിനുവേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ സെറ്റിംഗ്സ് ചെന്നിട്ട് ഇപ്പോൾ സാംസങ്ങിലൊക്കെ ആണെങ്കിൽ ഡിവൈസ് കെയർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാവുന്നതാണ്. എല്ലാ ഫോണിലും അതിൻ്റെതായ സോഫ്റ്റ്വെയർ ഉണ്ടാവും. നിങ്ങൾ അത് ഉപയോഗിച്ച് ഫോൺ ഒപ്റ്റിമൈസ് ചെയ്ത ശേഷം മാത്രം അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇതാകുമ്പോൾ ഒരു ഫ്രഷ് രീതിയിൽ നമ്മുടെ ഒരു അപ്ഡേറ്റ് ഫോണിലേക്ക് ഇൻസ്റ്റാൾ ആവും. നമ്മുടെ നേരത്തെയുള്ള ക്യാഷെ ഒന്നും ഓവർറൈറ്റ് ചെയ്യുകയില്ല. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഏറെക്കുറെയൊക്കെ നമ്മുടെ ഈ ഒരു കോഡ് കറക്റ്റ് ആവുന്നത് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. ഇനിയുള്ള ഒരു മെയിൻ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോൺ ഇന്നൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നു ഉടനെ അത് ചാടി കയറി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കരുത്. കുറച്ചൊന്ന് റിസർച്ച് ചെയ്യുക. അതായത് 2-3 ഡേയ്സ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഗൂഗിളിലോ അല്ലെങ്കിൽ ഇന്റർനെറ്റിലോ ഒക്കെ ഇതിനെപ്പറ്റി സെർച്ച് ചെയ്യുക. നിങ്ങളുടെ ഫോണിന്റെ ബ്രാൻഡിന്റെ ആ ഒരു മെമ്പേഴ്സ് ആപ്ലിക്കേഷൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു അപ്ഡേറ്റിനെ പറ്റി കൂടുതൽ ഐഡിയാസ് കിട്ടും. ഇത് ചെയ്ത ആൾക്കാരുടെ അനുഭവം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടോ എന്നും കൂടെ ഒന്ന് അന്വേഷിച്ച ശേഷം മാത്രം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. ഇനി ബ്രോ എൻ്റെ ഫോണിൽ ഓൾറെഡി ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നു, ഞാൻ ഇനി എന്ത് ചെയ്യും? ഇങ്ങനെ ചോദിക്കുന്നവരോട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോൺ അണ്ടർ വാറണ്ടിയിലാണെങ്കിൽ നേരെ അത് സർവീസ് സെന്ററിലേക്ക് കൊണ്ടുപോകുക. മറ്റ് ഫിസിക്കൽ ഡാമേജുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ഫോൺ കമ്പനിക്കാർ ഫ്രീ ഓഫ് കോസ്റ്റിൽ മോസ്റ്റ് ഓഫ് ദ ടൈംസ് നിങ്ങൾക്ക് ശരിയാക്കി തരുന്നതാണ്. ഇനി നിങ്ങളുടെ ഫോൺ വാറണ്ടി പീരീഡ് കഴിഞ്ഞതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫസ്റ്റ് മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പക്ഷേ ചിലപ്പോൾ കമ്പനിക്കാർ ഫ്രീ ആയിട്ട് നന്നാക്കി തരണമെന്നില്ല. ഇങ്ങനെയുള്ള അവസരത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ കൺസ്യൂമർ കോർട്ടിൽ പരാതി കൊടുക്കുക ഈ ഒരു നിങ്ങളുടെ ഫുൾ ഇഷ്യൂവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ഇത് നമ്മുടെ ആ ഒരു റെസ്പെക്റ്റഡ് ഓണേഴ്സിലേക്ക് അല്ലെങ്കിൽ ഒരു കമ്പനി അഡ്മിൻസിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയി തോന്നിയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ഒരു ഇഷ്യൂ വന്നിട്ടില്ലായിരിക്കാം, പക്ഷേ ഈ ഒരു ഇഷ്യൂ വന്ന് നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവും. അവരെയൊക്കെ ഈ ഒരു വീഡിയോ അയച്ചു കൊടുത്ത് ഇതിന്റെ സൊല്യൂഷൻസ് അറിയിക്കുക. അതേപോലെ പ്രിവെന്റ് ചെയ്യാനുള്ള മെഷേഴ്സ് മറ്റുള്ള ഫ്രണ്ട്സിലേക്കൊക്കെ അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്കും ഇത് വളരെയധികം ഉപകാരപ്പെടും. സോ അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തൊട്ട് വലുത് ദിവസത്തെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യാനും മറക്കണ്ട. സോ മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നത്. മിസ്റ്റർ ഡി വി സൈനിങ് ഔട്ട്.